പ്രിയപ്പെട്ട സാക് സഫാരിയുടെ പ്രേക്ഷകരെ, അപ്പോൾ ഇന്ന് ഞാനുള്ളത് അഗലാപ്പുഴയിലാണ്. വിഷുവൊക്കെയായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ പിറകിലുള്ള ഈ ഒരു ഹൗസ് ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഡിറ്റോറിയം എല്ലാ സെറ്റപ്പുള്ള ഒരു വലിയ ബോട്ട്. ആ വലിയ ബോട്ടിൻ്റെ വലിയ വിശേഷങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അഗലാപ്പുഴയുടെ വിശാലമായ കായൽപ്പരപ്പിലൂടെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഗജമുഖ ഭംഗിയോടുകൂടി പോകുന്ന ആ ബോട്ടിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. ഓക്കെ, അവിടെ പിന്നെ കറണ്ടിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇതാണ് ആ രാജാവ്. ഈ രാജാവിൻ്റെ വിശേഷങ്ങൾ നമുക്കിങ്ങനെ അറിയാം. അഗലാപ്പയുടെ ഓളപ്പറമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ രാജാവ്. അപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്, രാജാവിൻ്റെ അടുത്തേക്ക് കയറുവാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതാണ് ആ ഷിപ്പിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ. ഇത് കണ്ടായിരിക്കും നിങ്ങൾ ഹൗസ് ബോട്ടാണ് കേട്ടോ. ഹൗസ് ബോട്ടൊന്നല്ല, ഇത് ക്രൂസർ ഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ ബാൽക്കണി സെറ്റപ്പ് അവിടെയാണ് ഞാൻ പറഞ്ഞ ഫുട്ബോൾ കണക്കെ ഒരു ഗ്രൗണ്ട് കണക്കെയുള്ള വലിയൊരു ഓഡിറ്റോറിയം. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിൻ്റെ നീളവും അതിൻ്റെ ഹൈറ്റൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് വന്നാലേ മക്കളെ മനസ്സിലാവുള്ളൂ. പ്രിയമുള്ള സാക് സഫാരിയുടെ പ്രേക്ഷകരെ, അപ്പോൾ ഞാനിന്ന് ഒരു കപ്പലിലൂടെ കയറാൻ പോകാം. ഈ കപ്പലിൽ കയറാൻ പോകുന്നത് നമ്മൾ അഗലാപ്പുഴയിലാണ്. അഗലാപ്പുഴയിൽ ഒരു കപ്പലിൽ കയറുന്നു, ആ കപ്പലിലെ വിശേഷങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഡോർ തുറന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലുള്ള കാഴ്ചകൾ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ആ വ്യത്യസ്തമായ കാഴ്ച എന്താണെന്ന് കണ്ടറിയാം. ഈ വിശാലമായിട്ടുള്ള ഓളപ്പരപ്പിലൂടെ പോകുന്ന ഒരു കപ്പലിൽ രാജകീയമായ ഒരു സഫാരി, അതുമാത്രമല്ല ഒരു ഫുട്ബോൾ കണക്ക് എന്താ പറയുക, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലുള്ള വലിയൊരു ഓഡിറ്റോറിയം, വലിയൊരു ഹാള്, 2 ബെഡ്റൂം, കിച്ചണ്. നമുക്ക് രാജാവായിട്ട് ഈ ഓളപ്പരപ്പിലൂടെ പോകാൻ പറ്റുന്ന ഒരു ഷിപ്പ് നമ്മൾ അഗലാപ്പുഴയിൽ വന്നിട്ടുണ്ട്. ആ ഷിപ്പിൻ്റെ വിശേഷങ്ങൾ, ക്രൂസർ ഷിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സാക് സഫാരിയുടെ എപ്പിസോഡിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? നമ്മൾ കാഴ്ച കാണിച്ചു തരാം. ഓക്കെ, ബാൽക്കണിയാണിത്. ഇതിൻ്റെ ബാൽക്കണിയൊക്കെ നിങ്ങൾ കണ്ടോ? ഇതാ ബോട്ടിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ബാൽക്കണിയാണ്. ആ ബാൽക്കണി സെറ്റപ്പൊക്കെ ആണ്. നല്ല ഇതൊക്കെ ഉണ്ട്. ഫ്ലോറൊക്കെ നല്ല എന്താ പറയുക, പുൽമേലെ ഫ്ലോറാണ്. പുല്ലിച്ച പ്ലാസ്റ്റിക് പുല്ല് കേട്ടോ. ഇതാ ഇവിടെ ഒരു DJ സെറ്റപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നൈറ്റിലൊക്കെ ബോട്ടിൽ നിൽക്കുമ്പോൾ നല്ല DJ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് അത് വിശദീകരിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ ഈ ബോട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിലയിൽ നിന്നുള്ള നമ്മൾ അഗലാപ്പുഴയുടെ വ്യൂ ആണ് ഇട്ടത്. നല്ല അഗലാപ്പുഴയുടെ വ്യൂ ഉണ്ടെങ്കിൽ ഈ ബോട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിലയിൽ നിന്നുള്ള അഗലാപ്പുഴയുടെ വ്യൂ. വാ, ഒരു വീട്ടിൻ്റെ കോലായിലോ അല്ലെങ്കിൽ വീട്ടിനകത്തോ ഒന്നുമല്ല, ഇതൊരു ഷിപ്പിനകത്താണ്. ഒരു ഷിപ്പിനകത്താണ് ഈ കാഴ്ചകളൊക്കെ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു. ഒരു ഷിപ്പാണിത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള പുറക്കാട് അഗലാപ്പുഴയിൽ ആദ്യമായി വന്നിട്ടുള്ള ഒരു ക്രൂയിസ് ഷിപ്പിൻ്റെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ഹൗസ് ബോട്ടാണ്. വീടിന്റെ ഇടനായകൂടെയാണ് ഞാൻ മക്കളൊക്കെ നടന്നു വരുന്നത്. പക്ഷെ അല്ല, ഇതൊരു ഹൗസ് ബോട്ടാണ്. തൊട്ടപ്പുറത്ത് മനോഹരമായിട്ടുള്ള കായൽ കാഴ്ചകളുണ്ട്. ഇതൊക്കെ നല്ല കാഴ്ചകളാണ്. അപ്പോൾ അതൊക്കെ റൂമാണ്. ഇതെല്ലാം റൂമാട്ടോ. ബെഡ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഇതൊരു മേലക്കുള്ള ഓക്കെ, മേലക്കുള്ള ഒരു കോണയൊക്കെ ഒരു ബോട്ടിന്റെ ഉള്ളിലായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പൊ അഗലാപ്പുഴയിലെ ഏറ്റവും വലിയ ബോട്ടാണ് ഇത്. ഒരു ബോട്ടിനുള്ളിലാണ് അഗലാപ്പുഴയിലെ ഏറ്റവും വലിയ ബോട്ട്. അപ്പൊ ഇതാ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല ഒരു വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീരായിട്ടുണ്ട്. ഇതാ ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് തുറന്നു കഴിഞ്ഞാല് മേലെത്തിക്കഴിഞ്ഞാല് ഒരു ഫുട്ബോൾ കളിക്കാം. ഒരു ഫുട്ബോൾ മാച്ച് നടത്താൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഇതൊരു ബോട്ട് തന്നെയാണ്, ഒരു ഹൗസ് ബോട്ട് തന്നെയാണ്. അതും നമ്മൾ അഗലാപ്പുഴയിൽ ഇങ്ങനെ ഒരു ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ്. വാ, ഗംഭീരായിരിക്കും. ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഇവന്റുകളൊക്കെ, ഒരുപാട് ഇവന്റുകളൊക്കെ നമുക്ക് നടത്താൻ. ഇവന്റിൽ വന്ന ആളുകൾക്ക് താമസിക്കാൻ താഴെ സൗകര്യമുണ്ട്. താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. താഴെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഡൈനിങ് ഉണ്ട്. അപ്പൊ ഇതിന് ചുറ്റും മനോഹരമായ കായൽ കാഴ്ചകളാണ്. ഫുള്ള് AC കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സൈഡ് തുറന്നിട്ട് തന്നെ AC ആവശ്യമില്ല. നല്ല കാറ്റുണ്ട്. ഫുള്ള് AC ആണ്. അപ്പൊ ഇതിന്റെ പുറത്തുള്ള നെറ്റൊക്കെ
നല്ല രസമുണ്ട് കാണാം, അടിപൊളി, ഒന്നും പറയാനില്ല, ഗംഭീര ഒരു എന്താ പറയാ ഗംഭീര സെറ്റപ്പ് ആയിരുന്നു. ബോട്ടിന്റെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരെ അകലാപ്പയിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബോട്ട് തയ്യാറായിട്ടുണ്ട്, എല്ലാം റെഡിയാന്നാ പറഞ്ഞ മുതലാളി പറഞ്ഞ എല്ലാം റെഡിയാന്നാണ്. ഇതാണ് നമ്മളെ ബോട്ടിന്റെ കപ്പിത്താൻ, ബോട്ടിന്റെ കപ്പിത്താൻ എന്നറിയാം. അപ്പോൾ മുതലാളിയാണ് നമ്മളെ ബോട്ട് മുതലാളി. ബോട്ടല്ലേ ഇത്, കപ്പൽ തന്നെ, അകലാപ്പയില് കപ്പലിറങ്ങി, അങ്ങനെ തന്നെ പറയാം, അകലാപ്പയില് കപ്പലിറങ്ങി. ക്രൂയിസ് ഷിപ്പാണിത്, ഇത് ക്രൂയിസ് ഷിപ്പാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിലൊക്കെ പോയിട്ട് ഇത് കണ്ടത്, ഇനിയിപ്പോൾ നമ്മൾ അകലാപ്പയിൽ ഇത് വന്ന്, അപ്പോൾ മറന്നുകൊണ്ട് എൻ്റെ പരിപാടി നേരെ വിട്ടു അകലാപ്പയിലേക്ക്. നമുക്ക് ഇതിൽ കയറിയിട്ട് അകലാപ്പയിലൂടെ ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ രാജാവായിട്ട് പോവാം. ഓക്കെ, അടുത്ത ബെഡ്റൂം, 2 ബെഡ്റൂം ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്. കിച്ചണൊക്കെ ഭക്ഷണമൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി തരുന്നതാണ്, കണ്ടോ. തൊട്ടപ്പുറത്തെ ബോട്ട് ജെട്ടിയിൽ വന്നിരിക്കുന്ന ആളുകള്, ആ എന്താ അല്ലേ. ഇതാണ് ആ ബെഡ്റൂം. അപ്പം മറക്കണ്ട, അകലാപ്പയില് വന്ന് തന്നെ നമുക്ക് ഈ ബോട്ട് നമുക്ക് കിട്ടും. ഇത് മൊത്തമായിട്ട് ഈ ഒരു ഷിപ്പ് നമുക്ക് വാടക കിട്ടാം. ഏകദേശം എത്ര പൈസ വരും പറഞ്ഞേ? 3 മണിക്കൂറിന് 27 റുപ്യ വരുന്നുള്ളൂ കേട്ടോ. 3 മണിക്കൂർ വെൽക്കം ഡ്രിങ്ക്സും ഫുഡും എല്ലാം അടക്കം നമുക്ക് രാജാവായിട്ട് അകലാപ്പുഴയുടെ ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ വിലസണമെങ്കിൽ ഒരു 3 മണിക്കൂറിന് 27 റുപ്യ വരുന്നുള്ളൂ. ഒരു സ്റ്റാർ സെറ്റപ്പാണ് ഇത്, വലിയ പൈസ ഒന്നുമല്ല. സ്റ്റാർ സെറ്റപ്പാണ്, വലിയ പൈസ ഒന്നുമല്ല. എല്ലാവിധ സെറ്റപ്പുള്ള നല്ലൊരു ക്രൂയിസ് ഷിപ്പാണ് ഇത്. ബോട്ടല്ല, ഞാൻ ബോട്ട് എടുക്ക് പറഞ്ഞത് വെറുതെ പറയാം. ഇത് ഷിപ്പാണ്, ക്രൂയിസ് ഷിപ്പ്. നമ്മളെ ഗോവയിലൊക്കെ പോയാൽ കാണുന്ന ഷിപ്പ് ഉണ്ടല്ലോ, ഗോവ, കൊച്ചിയിൽ, മുംബൈയിലൊക്കെ പോയി കാണുന്ന അതിൻ്റെ വേറൊരു പതിപ്പാണ്. അത് അകലാപ്പയിൽ ഇറങ്ങിയപ്പം വലിയ അത്ഭുതമായി, അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തത്. ഇത് കണ്ടോ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അകലാപ്പുഴയുടെ കായൽ കാഴ്ചകൾ കണ്ട് നല്ല സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ നാടൻ ഭക്ഷണം വേണമെങ്കിൽ അതും അവർ സെറ്റപ്പ് ആക്കി തരും. അപ്പോൾ ഇതാ മക്കളൊക്കെ കണ്ടോ പുറത്ത് കായൽ കാഴ്ചകൾ കണ്ടത്. ഈ ഗ്ലാസ് ഇട്ട് എനിക്കൊണ്ട് പേടിക്കണ്ട, സേഫാണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് വന്നാൽ സേഫാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് എല്ലാം സേഫാക്കി വെച്ചേക്കാണ്. അപ്പോൾ നല്ലൊരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് നല്ലൊരു ബാത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ്. ഇതാണ് ഈ ബോട്ടിനകത്തുള്ള ബെഡ്റൂം. നമ്മളെ വീട്ടിലെ ബെഡ്റൂമിനേക്കാളും മൊഞ്ചുള്ള ബെഡ്റൂം കേട്ടോ. ഇതാണ് ബെഡ്റൂം. അപ്പോൾ ഇതൊരു നൈറ്റ് ആംബിയൻസിലാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇതാണ് ബെഡ്റൂം വരുന്നത്, ബോട്ടിനകത്തുള്ള ബെഡ്റൂം. ഇതൊക്കെ ഒരു ക്രൂസ് ഷിപ്പ് തന്നെയാണിത്, ഷിപ്പാണിത്, ക്രൂസ് ഷിപ്പ്. ഇതാ ഞങ്ങളുടെ ഫാമിലിയായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല കായൽ കാഴ്ചകൾ കേട്ടോ. ഇതാ ബെഡ്റൂം ഉണ്ടോ, ബെഡ്റൂമാണിത്. അപ്പോൾ ആ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. കണ്ടോ എൻ്റെ മോനെ, കായൽ കാഴ്ച കണ്ട ഒരു ഷിപ്പ് തന്നെ ആട്ടത്. വാ, നല്ലൊരു ബെഡ്റൂം, ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് കേട്ടോ. ടോയ്ലറ്റും അതുപോലെ തന്നെ വാഷിംഗ് ഏരിയ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ, എല്ലാം നല്ല വൃത്തിയാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ഷിപ്പ് തന്നെ, ഒരു ക്രൂയിസ് ഷിപ്പാണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആള് വേറൊരു ബോട്ടിൽ പോയത് കൊണ്ടാണ് നമുക്ക് വിസ്തരിച്ചെടുക്കാൻ പറ്റാത്തത്. പക്ഷെ ഇത്തന്നെ എടുത്തപ്പോൾ തന്നെ ഗംഭീരമായിരിക്കണം. നൈറ്റിലൊക്കെ നല്ല ആംബിയൻസ് ആയിരിക്കും. ഇപ്പോൾ പ്രിയമുള്ളവരെ, അപ്പോൾ ഞങ്ങളിപ്പോൾ അപ്പർ ഡെക്കിലേക്കൊക്കെ ഒന്ന് പോകണം. ബോട്ടൊന്ന് വിസ്തരിച്ചൊക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ച് ഷൂട്ടൊക്കെ ഇതിനെ കൊണ്ട് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മോനുണ്ട്, മൂത്തവൻ്റെ അപ്പുറം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ചുറ്റുപാട് നിന്നൊക്കെ കളിയൊക്കെ കളിച്ച് ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആക്കിയിട്ട് പോകാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഇതിൽ ഇൻട്രസ്റ്റിലാണ്. കാരണം ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ക്രൂയിസ് ഷിപ്പിൽ കയറുന്നത്. ഇത് നടക്കലാണ്. നടക്കലേക്ക് എത്തുക. നടക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ബോട്ടിന്റെ മുഞ്ച് കാണാൻ പറ്റും. നടക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ മുജുകുന്ന് പിന്നെ പുറക്കാട് റൂട്ടിലാണ് നടക്കലുള്ളത്. അത് പിന്നെ വടകര ഭാഗത്ത് വരുന്ന ആൾക്കാർക്ക് ഈ ബോട്ടൊക്കെ കാണണമെങ്കിൽ വടകര ഭാഗത്ത് പുറക്കാട് മുജുകുന്ന് റൂട്ടിൽ വന്നാൽ നടക്കൽ ഈ ബോട്ട് കാണാൻ പറ്റും. ബോട്ടല്ല കേട്ടോ, സോറി, ക്രൂയിസ് ഷിപ്പാണ്. അപ്പോൾ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ലുഡോ ബോർഡോ അങ്ങനെ എന്തെങ്കിലും കളിക്കണം. അപ്പം ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സുകൾ അപ്പർ ഡെക്കിൽ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇവിടുന്ന് നമ്മൾ ആദ്യം ഇവിടെ വരുന്നതാണ്, പല ചില ആൽബങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട്. അതൊന്നും ഇത്ര ആയിട്ടില്ലായിരുന്നു. ഷിപ്പും ഗംഭീരായി.
അതൊക്കെ നമ്മളെ സഹായിക്കുന്ന ഫ്രണ്ട്സുകളാണ് ഇവരൊക്കെ. അപ്പൊ ഇവർ വന്നിട്ടുണ്ട്, അപ്പുറത്തേക്ക് എന്തോ കാണിച്ചു തരാൻ. അപ്പൊ കാഴ്ചകളൊക്കെ ഞാൻ കാണട്ടെ. ഓക്കെ.